ഹലോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ജോബൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ടയർഡായിട്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഫ്രൈഡ് റൈസ് ആണ്. ഇത് ഒറിജിനൽ ടൈപ്പ് ഫ്രൈഡ് റൈസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് നൂണിൻ്റെ 15 മിനിറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. കാരണം നമുക്കൊരു മാക്സിമം പോയി 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവർ ഡോർ സ്റ്റെപ്പിൽ ഡെലിവർ ചെയ്യും. ഭയങ്കര യൂസ്ഫുൾ ആണ് അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രിപ്പറേഷന് കേൾക്കാം. ഞാൻ അതിന് കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഇന്ത്യൻ മസാലാസൊക്കെ യൂസ് ചെയ്ത് അത് മാരിനേറ്റ് ചെയ്തു. അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളുടെ റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഗാർലിക്കും ഇട്ട് കുറച്ച് ക്യാബേജും അതുപോലെ തന്നെ പീസും ക്യാരറ്റും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കും, ഉപ്പും കുറച്ച് ഇട്ട് കൊടുക്കും. കാരണം ഉപ്പ് നമ്മുടെ വെജിറ്റബിൾസിന് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇടുന്നത്. പിന്നെ ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ബോയിൽഡ് ആയിട്ടുള്ള നമ്മുടെ റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ചിക്കനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓൾസോ ഇതിനുള്ളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാർക്ക് സോയ സോസാണ്. ഇതൊരു നല്ല ടേസ്റ്റുള്ള സോയ സോസാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.